സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് ഒരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടി വന്നിരിക്കുകയാണ്. സാംസങ് ഗാലക്സി M16 5G എന്ന പേരിൽ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്യാം, എന്തൊക്കെയാണ് ഫോണിന്റെ വിശേഷങ്ങൾ നോക്കാം. ഇതുപോലൊരു ബോക്സിനകത്താണ് സാംസങ്ങിന്റെ ഗാലക്സി M16 5G എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് മേക്ക് ഫോർ ഇന്ത്യ, അതുപോലെ സെക്യൂർഡ് ബൈ നോക്സ് ആണെന്നും എല്ലാം ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാം. ബോക്സിനകത്ത് ഫോൺ ദേ ഇരിക്കുന്നു. ഒരു കാര്യം എടുത്ത് പറയേണ്ടത്, ഒരു പ്ലാസ്റ്റിക് ഫ്രീ ബോക്സ് ആണ് തവണ ഈ ഒരു ഫോൺ വന്നിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ ആ ഒരു റാപ്പൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്, ഇത് പേപ്പറാണ്, ഉണ്ടല്ലേ, പ്ലാസ്റ്റിക് ഒന്നും അല്ല. അല്ലാതെ ഈ ഒരു ഭാഗത്തായിട്ടൊരു ബോക്സ് ഉണ്ട്. അതിനകത്ത് ഇതുപോലെ ഇവിടെ സിം ഇജക്ടർ പിൻ, ചാർജിങ്ങിന് വേണ്ടി C2C കേബിൾ. അതൊരു വലിയ കാര്യമാണ്. സാധാരണ ഈ പ്രൈസ് സെഗ്മെന്റിൽ അങ്ങനെ C2C കേബിൾ അധികം കാണാറില്ല. കുറച്ചുകൂടി ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളാണ് C2C കേബിൾ വരുന്നത്. അതുപോലെ ഇതിന്റെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനകത്തുള്ളത്. ഫോൺ ദേ ഇരിക്കുന്നു, പുറത്തേക്ക് എടുക്കാം. യെസ്, ഇതാണ് സാംസങ്ങിന്റെ ഗാലക്സി M16 5G എന്ന സ്മാർട്ട് ഫോൺ. നോക്കി, കാണാൻ നല്ല അടിപൊളി ലുക്കാണ് ഈ ഒരു ഫോൺ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്യാമറ മൊഡ്യൂൾ നല്ല രസമുണ്ട് കാണാൻ. വലിയ പ്രൊജക്ഷൻ ഒന്നും പുറത്തേക്ക് ഇല്ലാത്ത തരത്തിലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ. 3 ക്യാമറകളാണ് ഇതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇതുപോലെ നോക്കി 2 ക്യാമറ പ്ലസ് ഒരു ക്യാമറ എന്ന രീതിയിലുള്ള ഒരു മൊഡ്യൂൾ ഞാൻ സാംസങ്ങിന്റെ ഭാഗത്ത് നിന്ന് കാണുന്നത്. സാംസങ്ങിന്റെ മുൻ മോഡലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണ ഈ ഒരു ഫോണിനകത്ത് ക്യാമറ മൊഡ്യൂൾ ഒരു ലീനിയർ ക്യാമറ മൊഡ്യൂളായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു LED ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് ബാക്ക് ആണെന്നേ തോന്നുകയുള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക്. അതുപോലെ ഇവിടെ സാംസങ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഫ്രെയിം കണ്ടില്ലേ, ആ ഒരു ഫ്രെയിമും ഒരു മെറ്റാലിക് ഫ്രെയിം ലുക്കാണ് ഈ ഒരു ഫോണിന് നൽകിയിരിക്കുന്നത്. ഇവിടെ വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ കാണാം. താഴെ ഇതുപോലെ സ്പീക്കർ ഗ്രില്ല്, Type-C ചാർജിംഗ് പോർട്ട്, മൈക്രോഫോൺ, ഇടത് സൈഡിലായിട്ട് സിം ട്രേ, മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കാണാം. സിം ട്രേ വന്നിട്ട് ഇത്തരത്തിൽ ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സമയം 2 നാനോ സിം കാർഡുകളോ അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡും ഒരു നാനോ സിം കാർഡും നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. അതുപോലെ ഈ ഒരു ഫോണിന്റെ തിക്നെസ് എന്ന് പറയുന്നത് വളരെ തിന്നാണ്. 7.9 മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ ഒരു തിക്നെസ്. ഈ ഒരു സ്മാർട്ട് ഫോൺ 3 വ്യത്യസ്ത നിറങ്ങളിൽ ലഭ്യമാണ്. പ്ലഷ് പിങ്ക്, മിന്റ് ഗ്രീൻ, അതുപോലെ തണ്ടർ ബ്ലാക്ക്. മിന്റ് ഗ്രീൻ എന്ന് പറയുന്ന കളറാണ് ഈ കാണുന്ന വേരിയന്റ്. അതുപോലെ ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഫിംഗർ പ്രിന്റ് അങ്ങനെ അധികം പതിയുന്ന ടൈപ്പ് അല്ല. എന്തായാലും ഡിസൈൻ വൈസ് ഈ ഒരു സ്മാർട്ട് ഫോൺ, ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗിൽ കൊള്ളാം. ആദ്യമേ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് തുടക്കത്തിലേ പറയാം. 11,499 രൂപയ്ക്കാണ് സാംസങ് ഗാലക്സി M16 5G എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നത്. അപ്പോൾ ആ പ്രൈസ് പോയിന്റിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത്. ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി പറഞ്ഞാൽ ഇത്തരത്തിൽ 6.7 ഇഞ്ചിന്റെ സൂപ്പർ AMOLED ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ സാംസങ്ങിന്റെ ഐ കംഫർട്ട് ഷീൽഡ് ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ബ്ലൂ ലൈറ്റ് എമിഷൻ പരമാവധി കുറച്ചുകൊണ്ട് നമ്മൾ ഈ ഫോൺ ഉപയോഗിക്കുമ്പോൾ കണ്ണിന് വലിയ ഐ സ്ട്രെയിൻ വരാത്ത രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാംസങ് നൽകിയിരിക്കുന്നത്. ഒരു ആവറേജ് സൈസിലുള്ള ബെസലുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സെൽഫി ക്യാമറ ഇത്തരത്തിൽ ഒരു സാംസങ് ഇൻഫിനിറ്റി യു ഡിസൈൻ എന്ന് വിളിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് ഇതിന്റെ ആ ഒരു സെൽഫി ക്യാമറ നൽകിയിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഒരു വ്യൂയിങ് ആംഗിളിലൊന്നും യാതൊരു വിഷയങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ ഈ ഒരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് സംവിധാനം ഇത്തരത്തിൽ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അത് ഇത്തരത്തിൽ വളരെ ക്വിക്കായിട്ട് അൺലോക്ക് ആവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ഒരു ക്യാമറ, ഈ പ്രൈസ് പോയിന്റിൽ നമുക്ക് 3 ക്യാമറകളും ഈ ഒരു ഫോണിനകത്ത് സാംസങ് നൽകിയിട്ടുണ്ട്. 50 MB ഒരു പ്രൈമറി സെൻസർ, അതുപോലെ തന്നെ 5 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ, അതുപോലെ 2 മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ. ഇങ്ങനെ 3 ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വില കൂടെ നമ്മൾ ഓർമ്മിപ്പിക്കാം, 11,499 രൂപ. ആ വിലയ്ക്ക് നമുക്ക് 3 ക്യാമറകൾ തന്നെ ഈ ഒരു ഫോണിനകത്ത് കിട്ടുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ഈ കാണുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഈ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുത്താണ്. ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഓക്കെ ആയിട്ടുള്ള ഒരു ക്യാമറ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ MediaTekന്റെ Dimensity 6300 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിന് കരുത്തു പകരുന്നത്. ഇതിന്റെ ഒരു AnTuTu സ്കോർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 4,22,000 ഒരു AnTuTu സ്കോർ, അതായത് ഈ പ്രൈസ് പോയിന്റിൽ ഓക്കെ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. നമുക്ക് ഇതിന്റെ ബേസ് വേരിയന്റ് വന്നിട്ട് 4GB റാമും 128GB ഇന്റർണൽ സ്റ്റോറേജുമാണ്. ഇതിന്റെ വിലയാണ് 11,499. സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സാംസങ്ങിന്റെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള ON UI 6.1 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ Android 14 ഈ ഒരു സ്മാർട്ട് ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് വന്നിരിക്കുന്നത്. 6 മേജർ OS അപ്ഗ്രേഡുകൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. അതായത് ഇപ്പോൾ Android 14 ആണെങ്കിലും നമുക്ക് Android 20 വരെയുള്ള അപ്ഗ്രേഡുകൾ നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും ഈ പ്രൈസ് പോയിന്റിൽ. അതുപോലെ തന്നെ 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്ക് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നുള്ള ഒരു ഫ്രഷ്നെസ് നമുക്ക് 6 വർഷം ഈ ഒരു ഫോണിനകത്ത് സുഖമായിട്ട് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ആ ഒരു സോഫ്റ്റ്വെയർ സൈഡിലെ ഒരു പ്രത്യേകത. ഈ ഒരു ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ്. അതായത് സാംസങ്ങിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ ഗൂഗിളിൻ്റെതായിട്ടുള്ള ആപ്ലിക്കേഷൻ, പിന്നെ മൈക്രോസോഫ്റ്റിൻ്റെതായിട്ടുള്ള ഇത്രയും ആപ്ലിക്കേഷനും ഈ കാണുന്ന ഇത്രയും ആപ്ലിക്കേഷൻസ് ആണ് ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് വരുന്നത്. ബാറ്ററി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫോണിന് 5000 mAh ബാറ്ററി കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നു. നമുക്ക് 25 W
വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഫോണിനുണ്ട്. അപ്പോൾ നമുക്കൊരു 1-1.5 ദിവസത്തെ ബാറ്ററി ലൈഫ്, വലിയ യൂസ് ഒന്നും ഇല്ലെങ്കിൽ 2 ദിവസത്തെ ബാറ്ററി ലൈഫ് നമുക്ക് ഈ ഒരു ഫോൺ സമ്മാനിക്കും. ഇതിനകത്ത് സാംസങ്ങിൻ്റെതായിട്ടുള്ള ചില സ്പെഷ്യൽ ഫീച്ചറുകളുണ്ട്. അതാണ് എപ്പോഴും സാംസങ് ഫോണുകളുടെ ഒരു ഹൈലൈറ്റ്. അതിലൊന്നാണ് സാംസങ് വാലറ്റ്. അതായത് ഈ പ്രൈസ് പോയിന്റിലും ഈ ഒരു ഫോണിനകത്ത് NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സാംസങ് വാലറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് POS മെഷീനിലൊക്കെ ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ചെയ്യാം. മാത്രമല്ല സാംസങ് വാലറ്റിനകത്ത് നമുക്ക് നമ്മളുടെ ഡിജിറ്റൽ ഡോക്യുമെന്റുകൾ സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നമ്മുടെ ആധാർ കാർഡ്, വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം നമുക്കറിയാം കേരളത്തിൽ പോലും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാർഡും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസും എല്ലാം ഡിജിറ്റലായി. അപ്പോൾ അത്തരം ഡോക്യുമെന്റുകളൊക്കെ നമുക്ക് ഡിജിറ്റലി സെക്യൂർ ആയിട്ട് സൂക്ഷിക്കാൻ സാധിക്കുന്ന ഒന്നാണ് സാംസങ് വാലറ്റ്. അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ടാപ്പ് ചെയ്ത് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സാംസങ് നോക്സ് വോൾട്ട് എന്ന് പറയുന്ന ഫീച്ചർ, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ നൽകിക്കൊണ്ടാണല്ലോ നമുക്ക് സാംസങ് പേ ഒക്കെ നമ്മൾ സാംസങ്ങിന്റെ വാലറ്റ് വഴി നമ്മൾ ഡിജിറ്റൽ പേയ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് ഡോക്യുമെന്റുകൾ കാര്യങ്ങളൊക്കെ ഫോണിനകത്ത് സെക്യൂർ ആക്കി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാംസങ്ങിന്റെ നോക്സ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഫീച്ചർ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈ നോക്സ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോണിനകത്തേക്ക് പുറത്തുനിന്നുള്ള എന്തെങ്കിലും ഒരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത്തരം കാര്യങ്ങളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഫോണിനകത്തുള്ള ഡേറ്റ സെക്യൂർ ആക്കും. ഈവൻ നമ്മുടെ ഫിംഗർ പ്രിന്റും നമ്മളുടെ പല പല രേഖകൾ നമ്മൾ ഇത്തരത്തിൽ ഈ ഫോണിനകത്ത് സൂക്ഷിക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ. അപ്പോൾ അത് വളരെ സെക്യൂർ ആയിരിക്കും സാംസങ് നോക്സ് വോൾട്ട് ഈ ഫോണിൽ നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഈ ഒരു ഫോണിനകത്തുള്ള ഒരു സാംസങ് സ്പെഷ്യൽ ഫീച്ചറാണ് വോയിസ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഉത്സവ സ്ഥലത്ത് നിൽക്കുന്നിരിക്കട്ടെ, അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു കോൾ വന്നു കഴിഞ്ഞാൽ പൊതുവേ നല്ല സൗണ്ട് ഉള്ള സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങേ തലക്കിലുള്ള ആൾക്ക് നമ്മളുടെ സൗണ്ട് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പുറത്തുനിന്നുള്ള മറ്റ് നോയ്സുകളെ കുറച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിന് കൂടുതൽ ഫോക്കസ് കൊണ്ട് ക്ലിയർ ആയിട്ട് അങ്ങേ തലകൾ കേൾക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള സാംസങ് വോയിസ് ഫോക്കസ് എന്ന് പറയുന്ന ഫീച്ചറും ഈ ഒരു ഫോണിനകത്തും ഈ പ്രൈസ് പോയിന്റിലും നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ബ്ലോക്കർ, അതുപോലെ സെക്യൂർ ഫോൾഡർ, അതായത് നമുക്ക് വേണ്ടുന്ന സെൻസിറ്റീവ് ആയിട്ടുള്ള ഫയലുകളൊക്കെ സൂക്ഷിച്ച് വെക്കേണ്ടതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് പാസ്വേഡ് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ തരത്തിലുള്ള സെക്യൂർ ഫോൾഡർ. അതുപോലെ മെയിൻ്റനൻസ് മോഡ്, അതായത് നമ്മൾ ഈ ഫോൺ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസ് വന്ന് ഒരാളെ മെയിൻ്റനൻസിന് വേണ്ടി ഏൽപ്പിക്കുമ്പോൾ നമുക്ക് മെയിൻ്റനൻസ് മോഡിലാക്കി ഫോൺ കൊടുക്കാൻ പറ്റും. നമ്മളുടെ ഇതിനകത്തുള്ള ഡേറ്റാസ് ഒന്നും അദ്ദേഹത്തിന് കാണാതെ തന്നെ ഈ ഫോൺ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെയിൻ്റനൻസ് മോഡ് തുടങ്ങിയ ഫീച്ചറുകളൊക്കെ ഈ ഒരു ഫോണിനകത്ത് സാംസങ് നൽകിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പ്രൈസ് പോയിന്റിൽ ഒരു മനോഹരമായിട്ടുള്ള ഫോൺ. നമുക്കറിയാം പലരും സാംസങ്ങിന്റെ ഫോൺ തന്നെ നോക്കി വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് പൈസയൊന്നും കൊടുത്തുകൊണ്ട് ഒരു സാംസങ് ഫോൺ വാങ്ങാനില്ലാത്തവർക്ക് ഈ പറഞ്ഞ പോലെ 11,499 രൂപയ്ക്ക് സാംസങ്ങിന്റെ സ്പെഷ്യൽ ഫീച്ചറുകൾ, ഞാൻ പറഞ്ഞ ഈ സ്പെഷ്യൽ ഫീച്ചറുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മികച്ച 5G സ്മാർട്ട് ഫോൺ എന്ന നിലയിൽ നമുക്ക് വാങ്ങാവുന്ന ഒരു സാംസങ് ഫോണായിട്ട് മാറുകയാണ് സാംസങ് ഗാലക്സി M16 5G എന്ന ഈ ഒരു ഫോൺ. ഈ ഒരു ഫോണിന് 11,499 രൂപ മാത്രമേ ഉള്ളൂ എങ്കിലും ഇതിന്റെ ഒരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ ആരും പറയില്ല ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണാണ്. കുറച്ചും കൂടി വില കൂടിയ ഒരു മിഡ് റേഞ്ച് സെഗ്മെന്റിലേക്ക് ഫോണിന്റെ ഒരു ഡിസൈനാണ് സാംസങ് ഈ ഒരു ഫോൺ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഫോൺ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ഇത് വാങ്ങുന്നതിനുള്ള ലിങ്ക് ഞാൻ വെച്ചേക്കാം. ഞങ്ങളെക്കാൾ വലിയ റിവ്യൂവേഴ്സ് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഫോണിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആൾറെഡി നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഫോണിനെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.